പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസ കൃഷി തിരികെ വന്നതിനെ തുടർന്ന് പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും കഴിഞ്ഞ വട്ടം പോലെ മണ്ടത്തരം കാണിക്കരുത്. കൃഷിനെ വിട്ടുകളയാൻ തയ്യാറാകരുത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യുക തന്നെ വേണം ഇപ്രാവശ്യം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ആൻറ്റിയമ്മയെ ചെന്ന് കാണുന്ന അവൾ, ആൻറ്റിയമ്മ, കൃഷും കൺമണിയും ഇപ്പോൾ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ കാഴ്ച എനിക്ക് കാണാൻ സാധിക്കുകയില്ല. അവരെ പിരിച്ചേ മതിയാകൂ. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. ആൻറ്റിയമ്മ, എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൂടെ ഉണ്ടാകണം. അതിനെന്താ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ തിരിച്ചടിച്ചിരിക്കും, അവരെ പിരിച്ചിരിക്കും. ഇതേസമയം സുജയെ വന്ന് കണ്ടതിനെ തുടർന്ന് സുജ ആകെ പകച്ചുപോയിരിക്കുകയാണ്. മാത്രവുമല്ല, സുജ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്ന കൃഷ് അച്ഛന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ്. മാത്രവുമല്ല, ഞാൻ തിരികെ വന്നില്ലേ, ഇനി കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണട്ടെ, ബാക്കി കാര്യങ്ങൾ അതിനുശേഷം ചെയ്യാം എന്ന് കൃഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കൺമണിയും അവിടെ നിന്ന് ഉടൻ തന്നെ സുജയെ ചെന്ന് കണ്ട് സുജയോട് കാര്യങ്ങൾ പറയുകയാണ്. സാറിന് ഒന്നും സംഭവിക്കുകയില്ല, യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല അമ്മേ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് അവിടേക്ക് ഇപ്പോൾ ആൻറ്റിയമ്മ കടന്നു വരുന്നത്. മാത്രവുമല്ല, ഇതോടെ ആൻറ്റിയമ്മ, കൺമണി ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് വന്നത്? കൺമണിക്ക് ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യവുമില്ല. ഇവിടെ ബന്ധുക്കൾ മാത്രം മതി. ഇതോടെ കൺമണിയാകെ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യുമെന്ന് കൺമണി ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേസമയം അവിടേക്ക് ദേവ്ജി കടന്നു വരികയും ദേവ്ജി കൺമണിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആൻറ്റിയമ്മ, തൽക്കാലത്തേക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട. കൺമണി നമ്മുടെ ആള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല, മനസ്സിലായോ? ഇതോടെ ഇത് കേൾക്കുന്ന മാനസയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. മാനസ ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് ഉറപ്പിക്കുകയാണ്. ഇതേ തുടർന്ന് മാനസ ചെന്ന് കാണുകയാണ് കൺമണിയെ. നീ എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചവളാ, നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്നുള്ള ഭീഷണിയും മാനസ മുഴക്കുകയാണ്. ഇത് കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.